രാജകീയ വിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബാൾസ് ആണ്. അത് എല്ലാവരും ദയവ് ചെയ്ത് ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ നന്നായി വേവിച്ച് അതിൻ്റെ എല്ല് നീക്കം ചെയ്ത ശേഷം ഒരു ബൗളിലേക്ക് ഇടുക. ഇട്ടിട്ട് നന്നായി ഇളക്കുക. കൈകൊണ്ട് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഈ കൈകൊണ്ട് ഉടച്ച ചിക്കനിലേക്ക് ഇടുക. അതിനുശേഷം സാൾട്ട് ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 4 പീസ് ബ്രെഡ് മാത്രം ഇട്ട് കൊടുക്കുക. ഇത് ഉരുളക്കിഴങ്ങിന് വേവിച്ച വെള്ളം, അതേ വെള്ളത്തിൽ ചിക്കനും വേവിച്ചെടുത്ത വെള്ളമാണ്. തനിയായി വെള്ളം ചേർക്കാണ്ട് വേവിച്ച വെള്ളം മാത്രം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതിനുശേഷം കറുവേപ്പില കുറച്ച് ഉപയോഗിക്കുക. മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി വലിയ സ്പൂണിൽ 1 സ്പൂൺ. കുരുമുളക് പൊടി ആവശ്യത്തിന്. അതിനുശേഷം കൈകൊണ്ട് നന്നായി ഉടച്ചെടുക്കുക. ഉരുളക്കിഴങ്ങും ബ്രെഡും ചിക്കനും കുരുമുളക് പൊടി ചേർത്തതും മഞ്ഞൾപ്പൊടി ചേർത്തതും മുളക് പൊടി ചേർത്തതും കറിവേപ്പില ചേർത്തതും എല്ലാം ചേർത്ത് ഒരു 5 മിനിറ്റ് നേരത്തോളം കൈകൊണ്ട് ഉടച്ച് എടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇത് മതിയാകും. ഗരം മസാല കുറച്ച് ഉപയോഗിച്ചാൽ മതിയാകും. ഇനിയും ഒരു 2 മിനിറ്റോളം കൈകൊണ്ട് ഇത് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഉള്ളം കൈയിലേക്ക് കുറച്ച് എണ്ണ കുറച്ച് മതിയാവും. ഉള്ളം കൈയുടെ നടുവിലേക്ക് ഇട്ട് 2 കൈ കൊണ്ട് നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി ചെറിയ ഉരുളകൾ അങ്ങനെ ആക്കിയ ശേഷം 3 മുട്ട കലക്കി വെച്ചതാണ് അതിലേക്ക് മുക്കി തനിയ ഒരു പ്ലേറ്റിലേക്ക് നല്ലവണ്ണം ചൂടായി ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ എണ്ണ ആവശ്യത്തിന് ചൂടായ ശേഷം ഈ ചിക്കൻ ബാളുകൾ വറുത്ത് കോരി ഇതിൻ്റെ കൂടെ ചപ്പാത്തിയുടെ പൊടിയും ചോറിൻ്റെ പൊടിയും പൊറോട്ടയുടെ പൊടിയും ചൂടോടെ ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും. ചിക്കൻ ഉരുണ്ടകളാക്കി വെച്ചത് എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്.
നന്നായി ഇളക്കി കൊടുക്കണം. ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാവരും ദയവ് ചെയ്ത് ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. വളരെ വ്യത്യാസമായ ഒരു രുചിയായിരിക്കും. നമ്മുടെ ചിക്കൻ ബാൾ റെഡിയായി. ഇപ്പോൾ വറുത്ത് കോരാൻ പോവുകയാണ്. ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് ചിക്കൻ ബാൾ. തീർച്ചയായും നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് ചിക്കൻ ബാൾ. അതുകൊണ്ട് തീർച്ചയായും വീട്ടിലേക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ ചിക്കൻ ബാൾ റെഡിയായി. ചൂടോടെ ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും. നല്ല ജ്യൂസി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അതായിട്ടാ ഉപ്പ് എരിവ് എല്ലാം കറക്റ്റാണ്. വെളിയിൽ മുരുമുരുന്നുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായി.